ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആറാമത്തെ ചാപ്റ്റർ, അതായത് വർക്ക് എനർജി പവർ തുടങ്ങി 10ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് വരെയാണ്. അപ്പോൾ എല്ലാം വലിയ ചാപ്റ്ററുകളാണ്. ഒത്തിരി വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സും അതിനിടയ്ക്ക് വരുന്ന 7ാമത്തെ ചാപ്റ്ററായ റൊട്ടേഷൻ ഓഫ് മോഷൻ. അപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിച്ചു പോവേണ്ട ചാപ്റ്ററുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലാദ്യം നമ്മൾ വർക്ക് എനർജി പവറിനെ കുറിച്ചാണ് പോകുന്നത്. 6ാമത്തെ ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ. പൊതുവെ ഈ കൂട്ടത്തിൽ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് വർക്ക് എനർജി പവർ വരുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത്. ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വർക്ക് എനർജി പവർ. ഇതില് ആദ്യം വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വർക്ക് എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ കൂടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് രണ്ട് വെക്റ്റർ ആയിട്ട് തരികയാണെങ്കിൽ അതിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അതിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി ഡോട്ട് പ്രോഡക്റ്റ് കൺസിഡർ ചെയ്യും. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് FS cos θ ആണ്. F dot S എന്ന് പറയുന്നത് FS cos θ ആണ്. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ വർക്ക് തന്നെ പല ടൈപ്പ് ഉണ്ട്. ടൈപ്സ് ഓഫ് വർക്ക്. വർക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പുകളുണ്ട്. പോസിറ്റീവ് വർക്ക്, അതിൽ ഒന്നാമത്തത് പോസിറ്റീവ് വർക്ക്, രണ്ടാമത്തത് നെഗറ്റീവ് വർക്ക്, മൂന്നാമത്തത് സീറോ വർക്ക്. ഇതിന്റെ 3ന്റെയും എക്സാമ്പിൾസ് നമുക്കറിയാം. വർക്ക് എന്ന് പറഞ്ഞാൽ FS cos θ ആണ്. അപ്പൊ അതിലെ ഈ ആംഗിൾ θ അനുസരിച്ചാണ് നമുക്ക് വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അത് പോസിറ്റീവ് വർക്ക് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അത് നെഗറ്റീവ് വർക്ക് ആണെങ്കിൽ ആംഗിൾ ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അത് സീറോ വർക്ക് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ സീറോ വർക്കുമായിട്ട് റിലേറ്റഡ് ഉള്ള എക്സാമ്പിൾസ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഒരു എ മാൻ ക്യാരിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് വാക്കിംഗ് അലോങ് എ ഹൊറിസോണ്ടൽ റോഡ്. ഹൊറിസോണ്ടൽ റോഡിലൂടെ ഒരു മനുഷ്യൻ തലയിൽ ലോഡുമായിട്ട് നടന്നുകയാണെങ്കിൽ അത് സീറോ വർക്ക് ആയിരിക്കും. വർക്ക് ഡൺ ബൈ ദ സെൻട്രിപിറ്റൽ ഫോഴ്സ്. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു സാധനത്തിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അവിടെയെല്ലാം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സീറോ ആയിരിക്കും. ഇനി അതിനോടൊപ്പം തന്നെ ഒരു ഗ്രാഫ് കൂടെ പഠിക്കുക. അതില് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും കൂടെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും വർക്ക് ഡൺ ആയിരിക്കും. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഡൺ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് എനർജിയാണ്. ചാപ്റ്ററിൽ തന്നെയാണ് എനർജി ഉള്ളത്. എനർജി എന്ന് പറയുന്നത് എബിലിറ്റി ടു ഡു വർക്ക്. പ്രധാനമായിട്ടും മെക്കാനിക്കൽ എനർജിയിൽ 2 ടൈപ്പ് ഓഫ് എനർജിയെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിലായതാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ½ mv² ആണ് ഇക്വേഷൻ. കൈനറ്റിക് എനർജി. അപ്പൊ എപ്പോഴും ഈ എനർജി ആയാലും വർക്ക് ആയാലും അതിന്റെ എല്ലാം യൂണിറ്റും ഡയമെൻഷനും സെയിം ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ ചെയ്ത വർക്ക് കണ്ടുപിടിച്ചാൽ മതി. ആ വർക്ക് തന്നെയാണ് എനർജി എന്ന് പറയുന്നത്. സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ mv² ആണ്. ഈ കൈനറ്റിക് എനർജിയും നമ്മുടെ വർക്ക് ഡണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറമാണ് വർക്ക് എനർജി തിയറം. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു തിയറമാണ് വർക്ക് എനർജി തിയറം. അറിയാം നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ഇനിഷ്യൽ കൈനറ്റിക് എനർജിയുടെയും ഫൈനൽ കൈനറ്റിക് എനർജിയുടെയും ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു വർക്ക് ഡൺ ആയിരിക്കും. വർക്ക് എനർജി തിയറം ഇത് ഡിറൈവ് ചെയ്ത് പഠിക്കണം. വർക്ക് എനർജി തിയറം തീർച്ചയായിട്ടും ഡിറൈവ് ചെയ്ത് പഠിക്കണം. അതിന്റെ ഡെറിവേഷൻ എക്സാമിന് ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ അടുത്ത ടൈപ്പ് ഓഫ് എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം 2 കാരണങ്ങൾ കൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത്. ഒന്ന് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ. ഒരു പൊസിഷൻ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ mgh ആണ്. പൊസിഷൻ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് mgh. ഇനി അതുപോലെ തന്നെ അതിന് സ്ട്രെയിൻ മൂലവും ആ ബോഡിക്ക് ഉണ്ടാകുന്ന സ്ട്രെയിൻ മൂലവും അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സ്പ്രിങ്ങിന്റെ എനർജി, സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ U = ½ kx² എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ പഠിക്കണം. 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ½ kx². നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ്. ഒരു സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ U = ½ kx² ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഡെറിവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യണം.
അപ്പൊ ഇത്രയാണ് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെ ഉള്ളത്. ഈ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൂടെ സമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ഇവന്റെ രണ്ടിന്റെയും കൂടെ സമ്മായിരിക്കും. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെ സമ്മായിരിക്കും മെക്കാനിക്കൽ എനർജി. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയിൽ അതിന്റെ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്നുള്ള ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതും തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. ഫ്രീലി ഫോളിംഗ് ബോഡിയിലെ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ, മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ 3 മാർക്കിന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എ ബി സി എന്ന് പറയുന്ന 3 പൊസിഷനിൽ നമ്മൾ ഒരു ബോഡി എടുത്തു വെക്കുന്നു. എയിൽ ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കുന്നു, ബിയിൽ ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജി മീൻസ് കൈനറ്റിക് എനർജിയുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ സം കണ്ടുപിടിക്കുന്നു, സിയിൽ ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കുന്നു. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് അതിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ സം ആണ് നമ്മുടെ മെക്കാനിക്കൽ എനർജി 3 അടക്കം അത് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അത്രയുമാണ് എനർജിയുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തത് പവർ ആണ്. പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് എനർജി, എനർജി ബൈ ടൈം, റേറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ റേറ്റ് ഓഫ് വർക്ക് ആണ്. വർക്ക് ബൈ ടൈം, എനർജിയുടെ റേറ്റ് അല്ലെങ്കിൽ വർക്കിന്റെ റേറ്റ് ആണ് എന്ന് പറയുന്നത് പവർ. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവന്റെ യൂണിറ്റ് ആണ്, യൂണിറ്റ് ഓഫ് പവർ. നേരത്തെ നമ്മൾ വർക്കിന്റെയും എനർജിയുടെ യൂണിറ്റ് പറഞ്ഞു, രണ്ടിന്റെയും യൂണിറ്റ് ജൂൾ ആണ്. എന്നാൽ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കോമൺ യൂണിറ്റ് വാട്ട് ആണ്. ഇത് കൂടാതെ ഇവന് വേറൊരു യൂണിറ്റ് കൂടെ ഉണ്ട്. പവറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ. ഹോഴ്സ് പവർ അല്ലെങ്കിൽ HP. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഒരു HP എന്ന് പറയുന്നത് 746 വാട്ട് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതിനോടൊപ്പം തന്നെ പവറിനോടൊപ്പം തന്നെ പവർ അല്ല എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്സ്യൽ യൂണിറ്റ്. ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്സ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്സ്യൽ യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്. കിലോ വാട്ട് അവർ അല്ലെങ്കിൽ അത് നമ്മൾ കോമൺ ആയിട്ട് യൂണിറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് പവർ ഉള്ള ഡിവൈസ് 1 അവർ വർക്ക് ചെയ്യുമ്പോൾ അത് കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ്. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് ആണ്. പലരും കിലോ വാട്ട് കണ്ടിട്ട് അത് പവറിന്റെ യൂണിറ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണ്. എനർജിയുടെ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻⁶ ജൂൾ ആയിരിക്കും. ഇതാണ് 1 കിലോ വാട്ട് അവർ. പിന്നീട് അതിനകത്തുള്ളത് വർക്കും എനർജി പവറിന് ശേഷം വരുന്നത് കൊളീഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. കൊളീഷൻസ് പ്രധാനമായിട്ടും 2 ടൈപ്പ് ഉണ്ട്. ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആയിട്ടുള്ള കൊളീഷൻ ആണ്. കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആയിട്ടുള്ള കൊളീഷൻ, അതായത് കൊളീഷന് മുമ്പുള്ള അതിന് എത്ര കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നോ കൊളീഷന് ശേഷം അതിന് സെയിം കൈനറ്റിക് എനർജി തന്നെയായിരിക്കും. അതാണ് ഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ വരുമ്പോൾ കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ലാത്ത കൊളീഷൻ, കൈനറ്റിക് എനർജി ലോസ് ഉണ്ടാവുന്നു. അതിന് കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജി ആയിരിക്കില്ല കൊളീഷന് ശേഷമുള്ള, അങ്ങനെയുള്ള സാധനത്തെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ ആണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ 2 തരത്തിലുള്ള കൊളീഷൻ ഉണ്ട്. 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷനും ഉണ്ട്, 2 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷനും ഉണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ ആണെങ്കിൽ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ, ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ ഇലാസ്റ്റിക് കൊളീഷൻ വരുമ്പോൾ M1 M2 മാസ്സുള്ള 2 ഒബ്ജക്ട്സ് U1 U2 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. M1 ഉം M2 ഉം തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡിന് ശേഷം M1 എന്ന് പറയുന്ന V1 എന്ന് പറയുന്ന വെലോസിറ്റിയിലും M2 V2 എന്ന് പറയുന്ന വെലോസിറ്റിയിലും മൂവ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കൊളീഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ. സ്ട്രൈറ്റ് ലൈൻ കൊളീഷൻ ആണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ 1 ഡയമെൻഷൻ ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആയിരിക്കും, മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. മാത്രമല്ല ഇതിന്റെ കൊളീഷന് മുമ്പുള്ള റിലേറ്റീവ് വെലോസിറ്റി കൊളീഷന് ശേഷമുള്ള ഇതിന്റെ റിലേറ്റീവ് വെലോസിറ്റി സെയിം ആയിരിക്കും. സോ റിലേറ്റീവ് വെലോസിറ്റി ഈസ് കൺസർവ്ഡ്. റിലേറ്റീവ് വെലോസിറ്റി ഈസ് കൺസർവ്ഡ് during 1 dimensional elastic collision. When 1 dimensional elastic collision relative velocity conserved ആണെന്നുള്ള ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഡെറിവേഷൻ 3 മാർക്കിന് ചോദിക്കും. അതുകൂടെ കുട്ടികൾ തീർച്ചയായിട്ടും എഴുതി പഠിക്കേണ്ടതാണ്. റിലേറ്റീവ് വെലോസിറ്റി കൺസർവ്ഡ് ആണെന്നുള്ള ഡെറിവേഷൻ 3 മാർക്കിന് നമ്മുടെ എക്സാമിൽ ഉണ്ട്. ഇനി അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ല 2 ഡയമെൻഷൻ.
ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 ഡയമെൻഷൻ വരുമ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സാധനമല്ല ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 ഡയമെൻഷൻ. 2 ഡയമെൻഷനിൽ M1 M2 മാസുള്ള ഓബ്ജക്ട്സ് തമ്മിൽ കൊളൈഡ് ചെയ്തതിനു ശേഷം M1 ഉം M2 ഉം തമ്മിൽ കൊളൈഡ് ചെയ്ത് ആദ്യത്തെ ഓബ്ജക്റ്റ് ഇങ്ങോട്ടും രണ്ടാമത്തെ ഓബ്ജക്റ്റ് എങ്ങോട്ടും പോകുന്നു വിത്ത് ആൻ എക്സ് ആക്സുമായിട്ട് മേക്കുന്ന ആംഗിൾ θ1 ഉം θ2 ആണ്. അപ്പൊ ഇത് 2 ഡയമെൻഷൻ ആയതുകൊണ്ട് അതിന് 2 ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് 2 ഡയമെൻഷൻ. ഇത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സാധനമല്ല, എന്നാലും അതിന്റെ കമ്പോണൻസ് എഴുതുന്നത് കൂടെ കുട്ടികൾ പഠിക്കുക. ഇത്രയാണ് നമ്മുടെ വർക്ക് എനർജി പവർ എളുപ്പത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തത് നമ്മളൊരു കുറച്ചുകൂടെ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിലേക്കാണ് പോകുന്നത്. സോ അടുത്തത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഏഴാമത്തെ ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ ഇതിനകത്ത് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെന്റർ ഓഫ് മാസ് ആണ്. സെന്റർ ഓഫ് മാസ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓബ്ജക്റ്റിന്റെ മാസ് എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. അപ്പോൾ അത് 2 ഓബ്ജക്റ്റ് ആണ്, 2 പാർട്ടിക്കിൾ ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ M1 + M2 R2/M1 + M2 അതറിയാം. ദെൻ അതിന്റെ സെന്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്യാൻ, അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ലൊക്കേറ്റ് ചെയ്യാനാണെങ്കിൽ M1 x1 + M2 x2/M1 + M2, ദെൻ M1 y1 + M2 y2/M1 + M2. ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. സെന്റർ ഓഫ് മാസ് അതിനകത്ത് കുറച്ച് പ്രാധാന്യം കുറഞ്ഞ ഒരു ടോപ്പിക്കാണ്. അപ്പൊ എന്നാലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം, പ്രോബ്ലംസ് ചെയ്യാൻ പഠിക്കണം. ഈവൻ മോഡൽ എക്സാമിന് കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെന്റർ ഓഫ് മാസ്. നമുക്ക് പ്രധാനമായിട്ടും അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷനിൽ തന്നെ അതിന് ഇക്വേഷൻസ് ഓഫ് റൊട്ടേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇക്വേഷൻസ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ കൈനമാറ്റിക് ഇക്വേഷൻസും നമ്മൾ പഠിച്ച അതേ ടൈപ്പ് ഓഫ് ഇക്വേഷൻ തന്നെയാണുള്ളത്. അതിനകത്തുള്ള വേർഡ്സ്, ടേംസ് ലീനിയർ മോഷൻ നിന്ന് റൊട്ടേഷണൽ മോഷനിലേക്ക് മാറുമ്പോഴത്തേക്കുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇക്വേഷൻസ് ഇതാണ്: ω = ω0 + α t, v = u + at എന്ന് പറയുന്ന ഇക്വേഷൻ. അടുത്തത് θ = ω0 t + half alpha t square. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ s = ut + half at square നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസ് തന്നെയാണ്. അടുത്തത് ω2 = ω0² + 2 alpha theta, v² = u² + 2as. ഈ ഇക്വേഷൻസിന്റെ എല്ലാം റൊട്ടേഷൻ മോഷനിലെ കൺവേർഷൻ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കും. ഇതാണ് റൊട്ടേഷൻ മോഷനിലെ ഇക്വേഷൻസ്. ഇനി റൊട്ടേഷൻ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേമുകളാണ്. ആ ടേമുകളിൽ പ്രധാനമായിട്ടും ഉള്ളത് 3 ടേംസ് ആണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തേതാണ് ടോർക്ക്. ഒന്നാമത്തെ ആളാണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ഓബ്ജക്റ്റിന് ഉണ്ടാകുന്ന ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ടേണിംഗ് എഫക്ട് ആണ് ടോർക്ക്. ടോർക്കിന്റെ ഇക്വേഷൻ R cross F ആണ്. ടോർക്കിന്റെ ഇക്വേഷൻ R cross F ആണ്, അല്ലെങ്കിൽ RF sin θ ആണ്. ടോർക്ക് മാക്സിമം ആവുന്നത് θ 90 ഡിഗ്രി ആവുമ്പോഴാണ്. ടോർക്ക് മാക്സിമം ആവുന്നത് ചോദിച്ചിട്ടുണ്ട്. ടോർക്ക് മാക്സിമം ആവുന്നത് θ 90 ഡിഗ്രി ആവുമ്പോഴാണ്. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്വിസ്റ്റിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോർക്കിന്റെ റൊട്ടേഷൻ ലീനിയർ ഇക്വലന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്കാണ്. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ലീനിയർ മോഷൻ എന്ന് ചെയ്യുന്നു, അത് റൊട്ടേഷൻ മോഷനിൽ ചെയ്യുന്ന ടോർക്കാണ്. സോ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് ടോർക്ക്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ടോർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ടോർക്കിൽ ഈ R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അതിന് ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അത് കൂടുകയാണെങ്കിൽ നമുക്ക് ഫോഴ്സിന്റെ എഫക്റ്റ് കുറയ്ക്കാം, ടോർക്ക് കൂട്ടാം. നമ്മൾ ഡോറിന്റെ റൊട്ടേഷൻ ഒക്കെ നമ്മൾ പഠിച്ചത്, ഡോറിന്റെ ഹാൻഡിൽസ് ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്ന വളരെ ദൂരെയാണ്. കാരണം ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 6 കൂടുമ്പോൾ നമ്മൾ കുറച്ച് ഫോഴ്സ് കൊണ്ട് തന്നെ നമുക്ക് ഡോറ് തുറക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ടോർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ. അടുത്തത് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് L = R cross P ആണ്. ഇവിടെ P എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം തന്നെയാണ്. L =
ആർക്കൊരു സ്പീഡ്. ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ ആണ് tau is equal to dl by dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ആയിരിക്കും ടോർക്ക്. സിമിലർലി നമ്മുടെ ലീനിയർ മോഷൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. F is equal to dp by dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഫോഴ്സ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി ഇതിനോടൊപ്പം പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ മറ്റൊരു പേരാണ് റൊട്ടേഷണൽ ഇനേർഷ്യ. ഇനേർഷ്യയെ കുറിച്ച് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. റൊട്ടേഷൻ മോഷൻ ഉണ്ടാകുന്ന ഇനേർഷ്യ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇതിനകത്ത് ഒരുപാട് ഓബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ മാസസ് M1, M2, M3. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടായിരിക്കും. ആ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ ഡിസ്റ്റൻസ് R1, R2, R3 ഇതൊക്കെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ പ്ലസ് M3 R3 സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് Mn Rn സ്ക്വയർ ഇക്വേഷനിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് ശ്രദ്ധിക്കുക, കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ യൂണിറ്റ്. ഇതൊരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഇനേർഷ്യ സ്കെലാർ ആണ്, അതുകൊണ്ട് തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷേ ടോർക്കും ആംഗുലാർ മൊമെന്റും വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിപെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ ആണ് അതിന്റെ പൊസിഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറുന്നതനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു ബോഡിക്ക് തന്നെ പല പല ആക്സിസിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ പല പല മൊമെന്റ് ഓഫ് ഇനേർഷ്യാസും ഉണ്ട്. ഇങ്ങനെ മാറുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പ്രധാനമായിട്ടും 2 റൂളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറവും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറവും രണ്ടിന്റെയും ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ഇതില് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വന്നിട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തില് നമ്മളൊരു പെർട്ടിക്കുലർ ഓബ്ജക്റ്റില് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് എടുത്താല് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ IZ ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ആക്സിസുകളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ആ 2 ആക്സിസുകളാണ് X ആക്സിസും Y ആക്സിസും. ആ 2 ആക്സിസുകളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സം ആയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് IZ is equal to IX plus IY. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന്റെ ഡെഫിനിഷൻ പഠിക്കണം. ഇനി അതിനോടൊപ്പം തന്നെ പഠിക്കാനുള്ള അടുത്ത തിയറമാണ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം ഏതൊരു ആക്സിസിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാം. ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. ഈ സെന്റർ ഓഫ് മാസിൽ കൂടെ തന്നിരിക്കുന്ന ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ICM എന്ന് വിളിച്ചു. ഈ 2 പാരലൽ ആക്സിസിനെ തമ്മിൽ ഡിസ്റ്റൻസ് ചെയ്യും. ഇതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിന്റെ സെന്ററിലുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ടോട്ടൽ മാസ് ഇൻടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പാരലൽ ആക്സിസ്. ഇതാണ് പാരലൽ ആക്സിസ് തിയറം വരുന്നത്. ഈ 2 തിയറംസ് ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമായിട്ടും നമുക്ക് റിങ്ങിന്റെയും ഡിസ്കിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് കണ്ടുപിടിക്കുന്ന കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും പഠിക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിങ്ങിന്റെയും ഡിസ്കിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻസ് തീർച്ചയായിട്ടും കുട്ടികൾ പഠിച്ചിരിക്കണം. റിങ്ങിന്റെയും ഡിസ്കിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുക. അടുത്തായിട്ടുള്ളത് അതിന്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷണൽ മോഷൻ I omega square. I എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. I omega square ആണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഇനി അതിനോടൊപ്പം തന്നെ റോളിംഗ് മോഷൻ വരുന്നുണ്ട്. ഈ ചാപ്റ്ററിന്റെ അവസാനം വരുന്ന സെഷനാണ് റോളിംഗ് മോഷൻ. റോളിംഗ് മോഷൻ ഉള്ളത് റൊട്ടേഷണൽ മോഷന്റെയും ലീനിയർ മോഷന്റെയും കൂടെ സം ആണ് റോളിംഗ് മോഷനിൽ വരുന്നത്. അപ്പൊ റോളിംഗ് മോഷനിലെ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ലീനിയർ മോഷൻ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷണൽ മോഷൻ ആണ്. ഇതിന്റെ ഇക്വേഷൻ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ half mv square into 1 plus k square by r square. ഈ ഇക്വേഷൻ തീർച്ചയായിട്ടും പഠിക്കുന്നത്
അത്യാവശ്യമാണ്. ഇതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് പഠിച്ചിരിക്കണം. ഇനി ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് റിംഗ് ആയാലും ഡിസ്ക് ആയാലും ഒരു സിലിണ്ടർ ആയാലും ഇതൊക്കെ താഴോട്ട് റോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന അതിന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. പിന്നീട് അതിനകത്തുള്ളതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിന്റെ കൺസേൺ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം നമ്മൾ പഠിച്ചതാണ്. അതിൽ ആംഗുലാർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ പഠിക്കുന്നതിന് വേണ്ടി വി ഹാവ് ദ ടോ ഈക്വൽ ടു dl by dt ആണെന്ന് നമുക്കറിയാം. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ടോർക്ക്, നമ്മുടെ ടോർക്ക് ആബ്സെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും dl by dt 0 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് L എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. L മീൻസ് I omega. സോ I omega is constant or I1 omega 1 is equal to I2 omega 2. ഈ ഇക്വേഷനും തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. സോ ദിസ് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ പ്ലാനറ്ററി മോഷൻ ആയാലും ഗേൾ ഒരു ഡാൻസിങ് ടേബിളിൽ ഒരു ഗേൾ റൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ റോ എഗ്ഗും ഹാർഡ് ബോയിൽഡ് എഗ്ഗും റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. നമ്മുടെ ഡൈവേഴ്സ് ജംപ് ഇൻ ടു വാട്ടർ, ഇതൊക്കെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. കുട്ടികൾ എല്ലാവരും അത് നല്ല വൃത്തിയാക്കണം.